ഏതോ ഒരു തീവ്രവാദിയെ പിന്നെ പിടിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ഫേക്ക് അറ്റാക്ക് ഉണ്ടാവുന്നു. അവിടെയാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. അദ്ദേഹം കവളൊക്കെ ഇങ്ങനെ രണ്ട് കവളുകളൊക്കെ ഇങ്ങനെ വിറപ്പിച്ചിട്ട് സ്ലോ മോഷനിൽ കവളുകൾക്ക് വിറപ്പിച്ചിട്ട് ഇങ്ങനെ ഓടി വരുന്നു. പിന്നെ വെടിവെപ്പ്, ബോംബേർ, പിന്നെ ആക്രമണം. വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. എൻ്റെ ഇടയ്ക്ക് കുറച്ച് പാട്ട് ഇങ്ങനെ ഒരു ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. ഒരുമാതിരി പാട്ടുകളൊക്കെയാണ്. നീ വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൊന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അങ്ങനെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് അടുത്ത കോൺഫ്ലിക്റ്റ് ഭയങ്കര അണ്ടർപ്ലേ ആണ്. അണ്ടർപ്ലേ കഥാപാത്രമാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അടുത്ത കോൺഫ്ലിക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ മകനെ തട്ടിക്കൊണ്ടുപോയല്ലോ. അപ്പം മകനാണോ വലുത് അതോ മാതൃരാജ്യമാണോ വലുത്? മാതൃരാജ്യം മകൻ, മകൻ മാതൃരാജ്യം. ഈ കോൺഫ്ലിക്റ്റ് ആണ്. അത് ഉത്തരം പറ. അപ്പോൾ പൃഥ്വിരാജ് എനിക്കെന്റെ മാതൃരാജ്യമാണ് വലുത്. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട, പറഞ്ഞിട്ടുള്ള നാടക ഡയലോഗും പരിപാടിയൊക്കെയാണ്. പിന്നെ കുറെ മണ്ടത്തരങ്ങളും കുറെ ഇലോജിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും അതിനിടയ്ക്ക് നസീറിന്റെ കാലത്തുള്ള ഡിസ്റ്റൊക്കെ ഉണ്ട്. ഒരാള് വെടിവെക്കുമ്പോൾ മറ്റേ തോക്ക് മാറ്റി മറ്റേയാളെ വയറിന് വെടികൊള്ളുക. അയ്യോ ക്ലൈമാക്സ് ആയപ്പോഴേ ഫുള്ള് അച്ഛ മഖ അച്ഛ മഖ. എന്റെ മുഖത്ത് നോക്കി അച്ചാച്ചാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ചാച്ചാന്ന് വിളിച്ചാ മതി. നിന്റെ മാനം പോണ്ടെങ്കിൽ നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളിക്ക്. ആ മകനെ മകനെ. ഈ ലെവലിലുള്ള നാടക പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡഡ് കഥാപ്രസംഗം. നാടകത്തിനകത്ത് കഥാപ്രസംഗമുണ്ട്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ ഇങ്ങനെ മലർന്ന് കിടക്കുക. ഒരു കിങ് സൈസ് ബെഡിൽ ഒരു ഫാമിലി കിടക്കും പോലെ ഇങ്ങനെ മലർന്ന് കിടക്കുക. ഇതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.